ഹലോ ഗൈസ്, ഇത് എൻ്റെ വീട്ടിൽ ഞാൻ നട്ട മണി പ്ലാന്റ് ആണ്. ഇത് ചെറിയ സൈസേ ആയിട്ടുള്ളൂ. ഇതിന് വളർന്നാൽ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചാൽ ഇത് നല്ലോണം വളർന്ന് നല്ല ഉയരങ്ങളിലെത്തും. ഇത് വളർന്നിട്ട് പന്തലിക്കും. ഇപ്പോൾ ഈ കാണുന്ന ഇതുപോലുള്ള നല്ല ഗ്ലാസ് ബോട്ടിൽസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കാൻ കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിനകത്ത് സാധാരണ നോർമൽ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതിൽ ഈ മണി പ്ലാന്റിൻ്റെ വേരുകൾ ധാരാളമായിട്ട് കാണാം. ചെടികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു ഇനമാണ് മണി പ്ലാന്റ്. അരേഷ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട പുഷ്പിക്കുന്ന ഒരു വള്ളിച്ചെടിയായിട്ടാണ് ഈ മണി പ്ലാന്റ് അറിയപ്പെടുന്നത്. ഡെവിൾസ് വൈൻ, ഡെവിൾസ് ഐവി, ഗോൾഡൻ പോത്തോസ്, ഹണ്ടേഴ്സ് റോബ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ മണി പ്ലാന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മണി പ്ലാന്റ് ഇൻഡോറായിട്ടും അതുപോലെ ഔട്ട്ഡോറായിട്ടും വീടുകളിൽ വെക്കുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇൻഡോർ പ്ലാന്റായും ഉപയോഗിക്കുന്ന ഈ ചെടി ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മണി പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിതോഷ്ണ പ്രദേശങ്ങളിൽ വെള്ളയോ മഞ്ഞയോ ഇളം പച്ചയോ ഉള്ള ഇലകളുള്ള ഇനങ്ങൾ അലങ്കാര സസ്യമായി വീടുകളിൽ ഉപയോഗിക്കുന്നു. ഷോപ്പിംഗ് സെൻ്ററുകൾ, ഓഫീസുകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെ അലങ്കാര ഇനമായും ഇത് മിക്കപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇവയ്ക്ക് ചെറിയ രീതിയിൽ പരിചരണം ആവശ്യമാണ്. അത് ഒരു വീട്ടിലുള്ളൊരു ഗാർഡനിലുള്ള ഒരു ചെടിയാണെങ്കിലും നമ്മൾ അതിനെ പരിപാലിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു മണി പ്ലാന്റിനെയും നമ്മൾ പരിപാലിക്കേണ്ടത്. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പല പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഈ മണി പ്ലാന്റ്. സ്വാഭാവികമായും ഇവ നന്നായി വളരുന്നു. ഒരു അകത്തള അലങ്കാര സസ്യമെന്ന നിലയിൽ മതിയായ സൗകര്യം ഒരുക്കിയാൽ ഇവ 2 മീറ്ററിലധികം ഉയരത്തിൽ കയറി വളരും. പ്രായപൂർത്തിയായ ഇലകൾ പിന്നീട് വളരുന്നില്ല.